ഹായ്, എൻ്റെ പേര് ബിബിൻ എന്നാണ്. ഞാൻ ഇവിടെ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഇസ്രായേലിൽ നിന്നാണ്. എന്താ പറയുക, ഇപ്പം എല്ലാവർക്കും അറിയാം ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ മലയാളികളും, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഇവിടെ ജോലി ചെയ്യുന്നവരുടെ കുടുംബാംഗങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്നത്, നീ അവിടെ സുരക്ഷിതനാണോ, നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് എല്ലാവരും ആദ്യമേ തന്നെ ചോദിക്കുക. അപ്പോൾ അവരോടൊക്കെ ആയിട്ടാണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾക്കിവിടെ യാതൊരുവിധ കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇസ്രായേൽ ഗവൺമെൻറ്റിനുള്ളത്. എല്ലാവരുടെയും സുരക്ഷ, ഇവിടുത്തെ ഓരോ പൗരൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം എല്ലാ വർക്കേഴ്സിൻ്റെയും, മലയാളികളുടെ മാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് പല ഇടത്തു നിന്നുള്ള വർക്കേഴ്സുണ്ട്. അവരുടെ എല്ലാവരുടെയും സുരക്ഷ ഇസ്രായേൽ ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ സാധാരണ ചോദിക്കുന്നത്, പാലസ്തീനിൽ നിന്ന് മിസൈലുകളൊക്കെ വിടുന്നുണ്ട്, അത് നിൻ്റെ അവിടെ ഒന്നും പതിക്കുന്നില്ല, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് മിസൈൽ വിടുന്നത് ഇവിടെ നിലത്ത് വീഴാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിച്ച് കളയാനുള്ള ഒരു സംവിധാനം ഇസ്രായേൽ ഗവൺമെൻറ്റിനുണ്ട്. അയൺ ഡൂം സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് അവർ റോക്കറ്റ് വിടുമ്പം തന്നെ നമുക്കിവിടെ സൈറൺ അടിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി റൂം എല്ലായിടത്തും ഉണ്ട്. അപ്പം അത് അവിടെ സലാർ അടിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് പോയി ഒളിക്കാം. പിന്നെ അത് നിലത്ത് വീഴുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് പൊട്ടിച്ച് കളയാം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ശരിക്കും എന്നെപ്പോലുള്ള വർക്കേഴ്സ് ആരും ഇവിടെ ഒരു രീതിയിലും വിഷമം അനുഭവിക്കുന്നില്ല. ചിലർ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, മിസൈലുകളുടെ ഇടയിലൂടെ ഞങ്ങൾ ജീവൻ പണയം വെച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. യുദ്ധത്തിന് മുമ്പ് ഇവിടുത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ആർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. എല്ലാവരും സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു. ഇതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആർക്കും യാതൊരുവിധ കുഴപ്പവും വന്നിട്ടില്ല. അപ്പം മലയാളികളോട്, കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാരണവശാലും വിഷമിക്കരുത്. ഞങ്ങളിവിടെ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല, ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്.